ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു കടലക്കറി കണ്ടാലോ. അതിനായി കുതിർത്ത് വെച്ചിരിക്കുന്ന കടല കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ടൊരു കടായി അടുപ്പത്തേക്ക് വെച്ച് കടുക്, വറ്റൽമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇവയിട്ട് ഒന്ന് മൂപ്പിച്ച ശേഷം നമുക്കതിലേക്ക് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് വറുത്തെടുത്ത ശേഷം നമുക്കതിലേക്ക് സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. സവാള വഴലാൻ ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴണ്ട ശേഷം നമുക്കതിലേക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പോൾ അതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്ത് നമുക്ക് അല്പം കടല വേവിച്ച വെള്ളവും കൂടെ ചേർത്ത് ആ തക്കാളി ഒന്ന് വേവാനായിട്ട് വെക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞു വരുന്ന സമയമാകുമ്പോൾ നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഗ്രേവി ഒന്ന് തിക്കായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അല്പം കടല ഈ സമയത്ത് അരച്ച് ചേർക്കാവുന്നതാണ്. കറി നന്നായിട്ടൊന്ന് തിളച്ച് ആ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ കടലക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്